ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത സ്വന്തം ജീവനം കൊണ്ട് ജനിച്ച മണ്ണിൽ ഉറ്റവരുടെ കൂടെ ജീവിക്കാൻ കഴിയാതെ ജീവിതഭാരം എന്ന മുൾക്കുരിശിൽ തറക്കപ്പെട്ടവരാണ് ഓരോ പ്രവാസികളും. അറേബ്യൻ മണലാരണ്യത്തിൽ ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ താഴെ ജോലി ചെയ്യുന്ന ഓരോ പ്രവാസികളും കേരളത്തിൻ്റെ നട്ടെല്ലാണ്. പ്രവാസികൾ കേരളത്തിൻ്റെ സമ്പത്താണ്. പ്രവാസികൾ കേരളത്തിന് മഹാഭാഗ്യം കൊണ്ടുവരുന്നു. പ്രവാസികൾ കേരളത്തിൽ ദരിദ്ര നിർമ്മാർജ്ജനം ചെയ്യുന്നു. അങ്ങനെ പകരം വയ്ക്കാത്ത അമൂല്യമായ നിധികളാണ് ഓരോ പ്രവാസിയും. ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത സ്വന്തം ജീവനം കൊണ്ട് ജനിച്ച മണ്ണിൽ ഉറ്റവരുടെ കൂടെ ജീവിക്കാൻ കഴിയാതെ ജീവിതഭാരം എന്ന മുൾക്കുരിശിൽ തറക്കപ്പെട്ടവരാണ് ഓരോ പ്രവാസികളും. ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങളിൽ തലക്ക് മുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ വൻ പ്രഹരമേറ്റിട്ടും തളരാത്ത ഓരോ പ്രവാസിയും ഉറ്റവർ എന്ന് വിശ്വസിച്ച സ്വന്തം വീട്ടുകാരുടെ കുത്തുവാക്കുകൾ കൊണ്ട് ചത്തു വീഴുന്നു. ഇവിടെ ഒരു പ്രവാസിയുടെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മളിവിടെ കാണുന്നത്. സ്വന്തം കൂടപ്പുറപ്പിന്റെ വിവാഹത്തിന് 19 ലക്ഷം രൂപ നൽകിയിട്ടും പോരാ എന്ന് സ്വന്തം കൂടപ്പുറപ്പായ സഹോദരൻ. ഇനി അവന് വീട് വെക്കാൻ ഇനിയും വേണം 20 ലക്ഷം. അതും കൂടി ചോദിച്ചപ്പോൾ തളർന്നുപോയി ഈ പ്രവാസി. ഓരോ പ്രവാസികളെയും കറവ മാടിനെ പോലെ കറക്കുന്ന കുടുംബക്കാരെ പ്രവാസികളും മനുഷ്യരാണ്. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അത് സാധിക്കാതെ നീണ്ട പ്രവാസ ജീവിതം അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇതുപോലെയുള്ള പ്രവാസികളെ ഇവരെയാണ് നിങ്ങൾ വാരി പുണരേണ്ടത്. ഈ പാവങ്ങൾ സ്വന്തം ആഗ്രഹങ്ങൾ ത്യജിച്ചുകൊണ്ട് പ്രവാസം എന്ന വിരഹ ദുഃഖമായ കൊടും നരകത്തിൽ അടക്കപ്പെട്ടാൻ വിധിക്കപ്പെട്ടവരാണിവർ. ഇവർക്ക് ആഗ്രഹമില്ലേ? ഇവർക്ക് സന്തോഷമില്ലേ? ഇവരും മനുഷ്യരല്ലേ? എന്താണ് കുടുംബക്കാരെ ഈ പ്രവാസികളെ നിങ്ങൾ ഇത്ര നിന്ദിച്ച് കാണുന്നത്? നിങ്ങളുടെ സുഖത്തിന് വേണ്ടി മാത്രമാണ് ഇവർ പ്രവാസ ലോകം കീഴടക്കുന്നത്. നിങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഇവർ ഇവരുടെ സന്തോഷം ജനിച്ച മണ്ണിൽ ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാസിയാകുന്നത്. പ്രവാസം എന്ന നരക ജീവിതത്തിൽ ഓരോ രാത്രിയും ജനിച്ച മണ്ണിനെയും സ്വന്തം കുടുംബത്തെയും ചിന്തിക്കാത്ത ഒരു രാത്രി പോലും കടന്നുപോയിട്ടില്ല. അങ്ങനെയുള്ള പാവം പ്രവാസികളെ മുതലെടുക്കുന്ന കുടുംബക്കാരെ പ്രവാസികളും മനുഷ്യരാണ്. I miss them so much.